ഈ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? കുറച്ച് അറിയാവുന്നത് അത്രയും, കാണാതെ അറിയാവുന്നതൊന്ന് പാടാൻ പറ്റുമോ? അടടാ മോനെ കളിമാറി, അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ്, BJP-യുടെ യോദ്ധാവ്. അടടാ മോനെ കളിമാറി, അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ്, BJP-യുടെ യോദ്ധാവ്. കണ്ടില്ലേ കണ്ടില്ലേ BJP-യുടെ ആവേശം. അവര് ശത്രുക്കൾ പലതും പറയും, അത് കേട്ട് സുരേഷ് ഗോപി സാർ അങ്ങോട്ടൊന്നും പറയുന്നില്ല. ഇതുപോലെ തന്നെ പള്ളിയിൽ പോയി കഞ്ഞു നക്കി കുടിച്ചു. അങ്ങനെ നക്കി കുടിക്കാൻ അദ്ദേഹം പൂച്ചയോ പട്ടിയോ നായൊന്നല്ല, അദ്ദേഹം ഒരു മനുഷ്യനാണ്. മോദിജി പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല. അമ്പലത്തില് ക്രിസ്ത്യൻസിന് പോവാം, മുസ്ലിമിന് പോവാം, ഹിന്ദുവിന് പോവാം. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ കയറ്റുന്നതിന് ഒരു കുഴപ്പമില്ല. അവര് പള്ളി കയറ്റിയാലോ അദ്ദേഹത്തെ. പിന്നെ ഇയാൾക്ക് എന്താണ്? അത് അദ്ദേഹം ഒരു നല്ല നടനാണ്. പണ്ട് തൊട്ട് എനിക്ക് ലാലേട്ടനെ പോലെ മമ്മൂക്കനെ പോലെ കൂടുതൽ എനിക്ക് ഇഷ്ടം സുരേഷ് ഗോപി സാറിനായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ സിനിമ ഇന്നലെയും കൂടി അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ കണ്ടുപിടിക്കും. നമസ്കാരം. സുരേഷ് ഗോപി തൃശ്ശൂരിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായത് മുതൽക്കേ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പറയുന്നത് അദ്ദേഹം വിജയിക്കണം, അദ്ദേഹത്തെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ നാടിന് ആവശ്യമെന്നുള്ളത്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു ഉമ്മയും മകളും നമ്മോടൊപ്പം ചേരുകയാണ്. പ്രധാനപ്പെട്ട വിഷയം ഒറ്റ കാര്യം മാത്രമാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഈ ഉമ്മയുടെ മകൾ ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ മുന്നിൽ ഒന്ന് ആലപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെത്തിയിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എന്താണ് സുരേഷ് ഗോപിയോട് ഇത്ര ഒരു ആരാധന തോന്നാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം? ആരാധന തോന്നുന്ന സിനിമാ നടനായവന്റെ പേരിൽ ഒന്ന്. രണ്ടാമത് എൻ്റെ മോളെ സ്കൂളിൽ വന്നിട്ട് എൻ്റെ മോളെ ഇങ്ങനെ അച്ഛമ്മ കാര്യങ്ങൾ സംസാരിച്ച് അപ്പൊ പറഞ്ഞു എനിക്ക് മോളെ കാണണം, ഞാനിപ്പോ ആ കാര്യങ്ങൾ സംസാരിക്കാനല്ല വന്നത്, ഞാനിപ്പോ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ, പിന്നെ മരുന്നില്ലാണ്ടും അസുഖങ്ങളായിട്ട് ഇരിക്കുന്ന ആളിലൊക്കെ സഹായിക്കാൻ വേണ്ടി നമ്മളെ നാട്ടിക ശ്രീനാരായണ ഹാളിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ലൊരു കാര്യമാണ് അങ്ങോട്ട് പറഞ്ഞത്. എനിക്കത് ഏറ്റവും വലിയ ഇഷ്ടമായി. അതും എൻ്റെ മോള് പ്രസംഗിച്ച് വിട്ട് ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഇത് സുരേഷ് ഗോപി സാറിന് മുതൽ മാത്രം വാങ്ങിച്ചാൽ പോരാ, എന്ന് വെച്ചാൽ നല്ല ഭൂരിപക്ഷത്തോട് കൂടെ അങ്ങോരെ വിജയിപ്പിക്കണം എന്ന് മോള് പറഞ്ഞ് ഒന്ന് പ്രസംഗിച്ച് വിടാൻ പറഞ്ഞു. അതേപോലെ എൻ്റെ മോള് വൈറലാക്കിയിട്ടുമുണ്ട്. അപ്പൊ ഇപ്പോഴും എനിക്ക് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ദിവസം ഒന്ന് കാണണം, നേരി കണ്ട് ഞങ്ങൾക്കൊന്ന് എൻ്റെ മോളായിട്ട് കാണണം. ആ ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ച്. നാട്ടികയിൽ വന്നപ്പോൾ ഇവരെ ടീമുകളെ ഞങ്ങൾ അറിയിച്ച് ഞങ്ങൾ വന്ന്, ഞാൻ പൊന്നാട മേടിപ്പിച്ച് മോള് ചേർത്ത് ഞങ്ങൾ ഫോട്ടോ എടുത്ത്. അപ്പൊ അതിന്റെ പേരിൽ ഇനിയും എൻ്റെ മോള് ഒരു പാട്ട് സാറിനെ കുറിച്ച് ഉണ്ടാക്കി. ഞാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അത് സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇനി ആ സാറിന്റെ എരിയത്ത് നിന്ന് സംസാരിക്കണം. പിന്നെ ഈ തൃശ്ശൂര് ഒരു കാരണവശാലും സുരേഷ് ഗോപി സാറ് തോൽക്കാൻ പാടില്ല, നല്ല ഭൂരിപക്ഷത്തോടു കൂടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. മോളെ നമസ്കാരം. പാട്ട് ഒന്ന് പാടാൻ പറ്റുമോ ഈ ഒരു സമയത്ത്? പേരെന്തായിരുന്നു? സുൽഫത്ത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ 6ലേക്ക് വിജയിക്കും. വിജയിക്കും. സുരേഷ് ഗോപി വിജയിക്കൂ? എന്തായാലും വിജയിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു സംശയമില്ല. ഈ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? കുറച്ച് അറിയാവുന്നത് അത്രയും, കാണാതെ അറിയാവുന്നതൊന്ന് പാടാൻ പറ്റുമോ? അടടാ മോനെ കളിമാറി, അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ്, BJP-യുടെ യോദ്ധാവ്. അടടാ മോനെ കളിമാറി, അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ്, BJP-യുടെ യോദ്ധാവ്. കണ്ടില്ലേ കണ്ടില്ലേ BJP-യുടെ ആവേശം. കണ്ടോളൂ കണ്ടോളൂ തൃശ്ശൂര് മണ്ണിനാവേശം. അടടാ മോനെ കളിമാറി, അടവുകളെല്ലാം വഴിമാറി. സുരേഷ് ഗോപി നേതാവ്, BJP-യുടെ യോദ്ധാവ്. ഇത് പാടി അദ്ദേഹത്തെ കേൾപ്പിച്ചിരുന്നു? കേൾപ്പിച്ചിട്ടില്ല, പക്ഷെ ഞാൻ വീഡിയോ എടുത്ത് അദ്ദേഹത്തിന്റെ ഡ്രൈവർക്കൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതെന്തായാലും അദ്ദേഹം കാണും. കാണും. ഇപ്പോ സുരേഷ് ഗോപി എടുത്ത ഒരു സ്നേഹം തോന്നാനുള്ള കാരണം എന്താ? അത് അദ്ദേഹം ഒരു നല്ല നടനാണ്. പണ്ട് തൊട്ട് എനിക്ക് ലാലേട്ടനെ പോലെ മമ്മൂക്കനെ പോലെ കൂടുതൽ എനിക്ക് ഇഷ്ടം സുരേഷ് ഗോപി സാറിനായിരുന്നു. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ സിനിമ ഇന്നലെയും കൂടി അദ്ദേഹത്തിന്റെ സിനിമ ഞാൻ കണ്ടുപിടിക്കുന്നു. സിനിമയുടെ പേര് എനിക്കറിയില്ല. അത് ഒരു പഴയ സിനിമ, ഞാൻ ജനിക്കുന്നതിലൊക്കെ മുമ്പുള്ളൊരു നല്ലൊരു പടമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി.
അപ്പോ ഈ അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അറിയൂ, ആ കേട്ടിട്ടുണ്ടോ? ആ മരുന്ന് വാങ്ങിച്ചു കൊടുക്കാം, പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാം. മോദിജിയെ പോലെ അദ്ദേഹം നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ തൃശ്ശൂര് ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിനും റോഡും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊടുത്തതും വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം ശരിയാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തത് സുരേഷ് ഗോപി സാറാണ്. അപ്പോ ഈ സുരേഷ് ഗോപിയുടെ ഒരു ആരാധന ഇങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പുള്ളി ഒരു BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയായി തൃശ്ശൂർ വന്നിരിക്കുകയാണ്. അപ്പോ പല ആളുകൾ ഉമ്മയോടൊക്കെ പറയാറുണ്ടോ ഈ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ഇതുപോലെ ചെയ്യുന്നെന്ന് സംസാരിച്ചിട്ടുണ്ടോ? വല്ലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് അവരോടാണ് വെറുപ്പ്. BJPയോടോ സുരേഷ് ഗോപി സാർ BJPയിൽ ഉള്ളതുകൊണ്ട് അത് BJPനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടല്ല, സുരേഷ് ഗോപി സാറിനോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ്. ഇപ്പൊ സുരേഷ് ഗോപി സാറ് BJPയിൽ ഉള്ളതുകൊണ്ട് സുരേഷ് ഗോപി സാറിനെ പോലെ തന്നെ BJPയോടും എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. അത് ഇപ്പോ നരേന്ദ്രമോദിയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കേട്ടിട്ടുണ്ട്. നമ്മള് സാധാ വാർത്തയിലൊക്കെ വരാറുണ്ട്. സാധാ അല്ല, വാർത്തയിൽ കൂടുതലും നരേന്ദ്രമോദിജിയെ കുറിച്ചാണ് വരുന്നത്, ഞാൻ കേൾക്കാറുണ്ട്. ഇപ്പോ പ്രധാനമായിട്ട് സുരേഷ് ഗോപിയോട് വിജയിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം അത് എന്താണെന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഒരു അറിവുണ്ടോ? ആഗ്രഹിക്കുന്നത് എന്താണ്? ഞങ്ങള് വീടിന്റെ അവിടെ അല്ല, നമ്മള് റോഡ് ഇപ്പം നാട്ടികയിലാവട്ടെ തൃശ്ശൂരിലാവട്ടെ വീതി കൂട്ടി. ആ സമയത്ത് ഇപ്പൊ പല പല അപകടങ്ങളും പല സ്ഥലത്തും വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് മാറാനായിട്ട് ആ വെച്ചിരിക്കുന്ന ബ്ലോക്ക് ആയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി ആ ഒരു റോഡ് ശരിയാക്കണം. പിന്നെ ഈ നാട്ടിന്റെ മദ്യപാനം ഒന്ന് കുറച്ച് കിട്ടാനായിട്ട് ലഹരി ഒന്ന് കുറക്കണം. കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുൻപന്തിയിൽ നിൽക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ ലഹരി ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളല്ലേ? അതെ, ഞങ്ങളും അനുഭവിച്ചിരുന്നത് ഇത് തന്നെയായിരുന്നു. എന്റെ വാപ്പ കള്ളു കുടിക്കുന്ന ഒരാളാണ്. അപ്പൊ മദ്യപാനം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. ലഹരി എന്ന് പറയുമ്പം കഞ്ചാവ്, മയക്കുമരുന്ന്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും ഈ ലോകത്തെന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് തന്നെ അത് ഒന്ന് അവോയ്ഡ് ചെയ്യണം എന്നുണ്ട്. സുരേഷ് ഗോപി വിജയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടി ലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടം കൂടുതൽ കുട്ടികളെല്ലാം സഹായിക്കുന്നതിനായിട്ടുള്ള ഒരു മനസ്സ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും തുടർന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് കിട്ടിയാൽ നമുക്ക് സഹായം ഉണ്ടാവുന്ന നോട്ടീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെൺകുട്ടികളോടുള്ള ഇഷ്ടം ഒരിക്കലും മാറാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അത് തോറ്റാലും ജയിച്ചാലും അതേപോലെ തന്നെ തുടരുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് മുന്നേ പുള്ളിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ പറയുന്നത് കേട്ടിരുന്നില്ലേ മാധ്യമങ്ങളിൽ? അദ്ദേഹം ഒരു സ്ത്രീയോടൊപ്പം മര്യാദയായി പെരുമാറിയെന്നൊക്കെ. ഇതൊക്കെ അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ ശത്രുക്കള്? അത് അങ്ങനെ തന്നെയാണ്. ശത്രുക്കൾ പലതും പറയും. അത് കേട്ട് സുരേഷ് ഗോപി സാർ അങ്ങോട്ടൊന്നും പറയുന്നില്ല. ഇതുപോലെ തന്നെ പള്ളിയിൽ പോയി നക്കി കുടിച്ചു. അങ്ങനെ നക്കി കുടിക്കാൻ അദ്ദേഹം പൂച്ചയോ പട്ടിയോ നായൊന്നല്ല, അദ്ദേഹം ഒരു മനുഷ്യനാണ്. മോദിജി പള്ളിയിൽ പോകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല. അമ്പലത്തില് ക്രിസ്ത്യൻസിന് പോവാം, മുസ്ലിമിന് പോവാം, ഹിന്ദുവിന് പോവാം. അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയിൽ കയറ്റുന്നതിന് ഒരു കുഴപ്പമില്ല. അവര് പള്ളി കയറ്റിയാലോ അദ്ദേഹത്തെ. പിന്നെ ഇയാൾക്ക് എന്താണ്? ഇയാൾ പറയുന്നത് നാട്ടുകാരെടുക്കുന്നില്ല. അവര് പള്ളിയിൽ അദ്ദേഹത്തെ കയറ്റി. അത് അയാൾ പറയുന്നതിൽ ഞാൻ കൂട്ടു നിൽക്കില്ല. ഗണേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത്. എനിക്ക് അത് ആ ഒരു വാക്കിനോട് ഒട്ടും യോജിപ്പില്ല. അപ്പോ പൂർണ്ണമായിട്ടും തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം എന്തായാലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പാണ്. അപ്പോ ഈ ഒരു സമയത്ത് വലിയ തരത്തിലുള്ള ഒരു പോരാട്ടം തൃശ്ശൂരിൽ നടക്കുമ്പോൾ ഇതുപോലെയുള്ള കുട്ടികൾ പോലും സുരേഷ് ഗോപിയോടുള്ള ആരാധന, അദ്ദേഹത്തിന്റെ സ്നേഹം, അത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള ഒരു കലാകാരൻ എന്നുള്ളതിനുപരിയായിട്ട് ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ജനങ്ങളെല്ലാതും ഇത് കൃത്യമായിട്ട് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ബോധ്യപ്പെടുന്നത്. സോഷ്യൽ മീഡിയ വലിയ തരത്തിൽ കുട്ടികൾ പോലും ഇന്ന് ഉപയോഗിക്കുമ്പോൾ സുരേഷ് ഗോപി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുന്നു. അതിന്റെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോലും ഈ ഒരു പ്രായത്തിലും നമ്മൾ പോലെയുള്ള മീഡിയകളിൽ വന്നുകൊണ്ടിരുന്ന് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു മനസ്സ്, അത് എങ്ങനെയാണെങ്കിലും സ്വാഗതാർഹമാണ്. തൃശ്ശൂരിൽ നിന്നും അബി ബിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.